മാത്രമാരാധിച്ചിരുന്നത് മാനീയത്തോടിനായി ദാഹിക്കുന്ന പോൽ ആത്മാവും
ആകില്ലേറെ സ്നേഹിക്കുന്നു ഞാൻ. നീ മാത്രം Yes. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ജീവവചനത്തിൻ്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നീതിമാന്മാരെ തേടുന്ന ദൈവം എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടപ്പിറപ്പുകളെ, ദൈവം ഭൂമിയിൽ നീതിമാന്മാരെ തേടുന്നു. വിളിക്കപ്പെട്ടവർ നീതിമാന്മാരാകണം. നീതിമാന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലം ആണിത് എന്ന് നമുക്കറിയാമല്ലോ. വിശ്വാസികളുടെ ഇടയിൽ നീതിമാന്മാരെ തേടുന്ന ദൈവം ഇന്നും തേടിക്കൊണ്ടേയിരിക്കുന്നു. എങ്ങനെയാണ് ഒരാൾ നീതിമാൻ ആകുന്നത്? ദൈവഹിതം അറിയുന്നവരും ചെയ്യുന്നവരുമാണ് നീതിമാന്മാർ എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുന്നു. ഒരുവനിൽ ദൈവം പകർന്നിരിക്കുന്ന വിശ്വാസം വർദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിലുള്ള ദൈവഹിതത്തെക്കുറിച്ചും നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. അപ്രകാരം ദൈവഹിതം അറിഞ്ഞ് ദൈവഹിതം അനുസരിച്ച് നാം നീതിമാന്മാരാകണം. ഹാബേൽ എന്ന വിശ്വാസ പുരുഷൻ ദൈവത്തിൻ്റെ തന്നെക്കുറിച്ചുള്ള ഹിതം തിരിച്ചറിഞ്ഞ വ്യക്തിയായിരുന്നു. ദൈവഹിതം തിരിച്ചറിഞ്ഞവർ ദൈവദൃഷ്ടിയിൽ അസാധാരണമായ മനുഷ്യരായിരിക്കും. അങ്ങനെയുള്ളവരെ ദൈവം നീതിമാന്മാരുടെ ഗണത്തിൽ എണ്ണുന്നു. ഹാബേൽ നീതിമാനായിരുന്നു, നീതിമാൻ എന്ന സാക്ഷ്യം പ്രാപിച്ചവനുമായിരുന്നു. യേശുക്രിസ്തുവും ഹാബേൽ നീതിമാനായിരുന്നുവെന്ന് സാക്ഷിച്ചിരുന്നു. കപടഭക്തിക്കാരായ പരീശന്മാരെ ശാസിക്കുന്ന സമയത്ത് യേശു കർത്താവ് പറയുന്ന വാചകത്തിൽ നീതിമാനായ ഹാബേലിൻ്റെ രക്തം മുതൽ എന്ന ഒരു പ്രയോഗം, എന്നൊരു വാക്ക് അവിടെ പ്രയോഗിച്ചിരിക്കുന്നു. യോഹന്നാൻ അപ്പോസ്തലനും കയീനെയും ഹാബേലിനെയും കുറിച്ച് തൻ്റെ ലേഖനത്തിൽ പരാമർശിക്കുമ്പോൾ ഹാബേലിനെ നീതിമാനെന്ന് പ്രസ്താവിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് ആ ലേഖനത്തിൽ കാണുവാൻ കഴിയും. ഹാബേൽ എന്ന വിശ്വാസ മനുഷ്യൻ വിശ്വാസത്താൽ ദൈവത്തിന് ഉത്തമമായ യാഗം കഴിച്ചു. പ്രിയരെ, നമ്മുടെ ആരാധന വിശ്വാസത്താൽ ഉള്ളതും ഉത്തമമായതും ആണോ എന്ന് പരിശോധിച്ചറിയുക. ഹാബേൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിച്ചിരുന്നവനായിരുന്നു. ഒരു നീതിമാന്റെ ലക്ഷണം അവൻ്റെ എപ്പോഴുമുള്ള ചിന്ത എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ളതായിരിക്കും. അവനെപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. ഹാബേൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വ്യക്തമായി ശ്രമിച്ചിരുന്നു. അവൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചിരുന്നു. ദൈവത്തിന് പ്രസാദകരമായത് എന്ത് എന്ന് അവൻ തിരിച്ചറിഞ്ഞിരുന്നു. തൻ്റെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായിരിക്കുവാൻ ഹാബേൽ ശ്രദ്ധിച്ചിരുന്നു. ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതത്തെയാണ് ഹാബേൽ അർപ്പിച്ചത്. അതുകൊണ്ടാണ് താൻ യാഗമർപ്പിച്ച ആട്ടിൻകുട്ടിയെ ദൈവം അംഗീകരിച്ചത്. ഹാബേലിൻ്റെ ജീവിതം ദൈവത്തിന് ഹിതകരമായതിനാലാണ് അവൻ്റെ യാഗം അംഗീകരിക്കപ്പെട്ടത്. പ്രിയരെ, എല്ലാ യാഗങ്ങളും സമർപ്പണങ്ങളും ദൈവം അംഗീകരിക്കുന്നില്ല. ദൈവത്തിൻ്റെ ഹിതം അറിയുകയും അനുസരിക്കുകയും ചെയ്യുന്നവൻ്റെ ആരാധനയും സമർപ്പണവും മാത്രമേ ദൈവത്തിന് സ്വീകാര്യമാകുകയുള്ളൂ, ദൈവം അംഗീകരിക്കുകയുള്ളൂ. പ്രിയരെ, നീതിമാന്മാരുടെ ഗണത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം പുതിയ നിയമ പുരോഹിതന്മാരായ നാം ദൈവത്തിന് പ്രസാദകരവും സ്വീകാര്യവുമായ ആരാധന വിശ്വാസത്താൽ അർപ്പിക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് പ്രസാദമുള്ള ആരാധന നമുക്ക് ഉയർത്തുവാൻ നമുക്ക് എപ്പോഴും ഇടയായി തീരണം. ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുന്നത് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം
ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു എന്നാണ് പത്രോസ് അപ്പോസ്തലൻ ലേഖനത്തിൽ നമ്മെ ഉപദേശിച്ചിരിക്കുന്ന വേദഭാഗത്തിലുള്ളത്. കർത്താവിന് പ്രസാദമുള്ള യാഗം എന്നത് എന്താണ്? പഴയ നിയമകാലത്തെ മൃഗയാഗമല്ല, നമ്മോടുള്ള ബന്ധത്തിലുള്ള യാഗം. എൻ്റെ വാക്ക് കേട്ടനുസരിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായും ഇരിക്കും. നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെയും നടപ്പീൻ എന്നീ കാര്യമത്രേ ഞാൻ അവരോട് കൽപ്പിച്ചത് എന്ന് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവം തൻ്റെ ജനത്തോട് എപ്പോഴും ആവശ്യപ്പെടുന്നത് ഞാൻ കൽപ്പിച്ചതൊക്കെയും നിങ്ങൾ അനുസരിച്ച് നടപ്പീൻ എന്നുള്ളതാണ്. അനുസരണമെന്ന യാഗത്തിൽ ദൈവം എപ്പോഴും പ്രസാദിക്കുന്നു. തൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ടനുസരിക്കുന്ന വ്യക്തികളെയാണ് ദൈവത്തിന് ആവശ്യം. അവരാണ് ദൈവത്തിൻ്റെ നീതിമാന്മാർ. പ്രിയരെ, ദാവീദ് തീരുമാനിച്ചു പാടിയതുപോലെ നാമും ചെയ്യേണ്ടതിന് ശ്രമിക്കണം. എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു എന്നുള്ള ഗീതമാണ് ദാവീദ് വ്യക്തമായി ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് സമർപ്പിച്ച് പാടുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തു. ദൈവഹിതം നാം ചെയ്യുന്നതിലുള്ള സന്തോഷമാണ് നമ്മിൽ ദൈവം പ്രസാദിക്കുന്ന പ്രധാനമായ ഒരു യാഗം. ദൈവഹിതം ചെയ്യുന്ന വിശ്വാസികളെ ദൈവം അനുഗ്രഹിക്കുന്നു. അവരെ നീതിമാന്മാർ എന്ന് കണ്ട് അവരെ തൻ്റെ ദൃഷ്ടിയിൽ അനുഗ്രഹിച്ച് വഴി നടത്തുന്നു. നാം നമ്മെ തന്നെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ച് ആരാധിക്കുക, ദൈവത്തിൻ്റെ നമ്മോടുള്ള ആഗ്രഹം നിറവേറ്റുക. ദൈവത്തിൻ്റെ ആഗ്രഹം ഇനിയും എനിക്ക് അനേക നീതിമാന്മാർ ഉണ്ടാകണം എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ഞങ്ങൾ ശ്രദ്ധയോടെ കേട്ട് ബലപ്പെടാൻ ഒരവസരം കൂടെ തന്ന വൻകൃപകൾക്കായി സ്തോത്രം. അപ്പാ, അങ്ങയുടെ ഹിതം അറിഞ്ഞ് അങ്ങയുടെ ഹിതം അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്താലുള്ള അനുഗ്രഹം വിശ്വാസത്താൽ പ്രാപിച്ച് ജീവിക്കുവാൻ ഇന്ന് പകലിൽ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞു തന്നാട്ടെ. ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും അപ്രകാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ മക്കളുടെ മേൽ ചൊരിയണമേ. പ്രാർത്ഥന കേട്ടിരിക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. സോദരത്തോരെ നല്ലോ
കർത്താവേ. Yes.